ഇത് വെളുപ്പാങ്കാലത്ത് 5:30 മണി സമയമാണ്. ഒരാൾ അഴിച്ചുവിടാൻ വേണ്ടി ബഹളം കാണിക്കാനെടുത്ത് കുറേ കെഞ്ചി പറഞ്ഞൊക്കെ നോക്കി. പക്ഷേ ഇപ്പം അഴിച്ചുവിടാൻ പറ്റത്തില്ല, നല്ല ഇരുട്ടാണ്. ഏതെങ്കിലും കാട്ടിലോട്ടോ പറമ്പിൻ്റെ മൂലയ്ക്കൊക്കെ പോയാൽ പാമ്പൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. എനിക്ക് പേടിയാണ്. പിന്നെ ഇതിനെ കണ്ടുപിടിക്കാനും പാടാ, ഇച്ചിരി ഉള്ളതുകൊണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഇരുട്ട്. ഒരു 6:15 ഇരുട്ടൊക്കെ പോകാൻ വേണ്ടി. പിന്നെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വന്നു, കഷ്ടമല്ലേ എന്ന് വെച്ചിട്ട്. ഒന്നും വെച്ച് ഞാൻ എടുത്ത് നടക്കും, കൊഞ്ചിക്കും. അതിന് വലിയ ഇഷ്ടം ഇങ്ങനെ എടുത്ത് നടക്കുന്നത്. കുഞ്ഞി പിള്ളേരുടെ തൊട്ട് നമ്മുടെ കയ്യിലിരുന്നോളും. പിന്നെ പൂച്ചയോ കാക്കയോ കണ്ടാൽ ചാടി ഇറങ്ങി ഓടും, അത്രേ ഉള്ളൂ. കുഞ്ഞു വാവയല്ലേ, കുഞ്ഞു വാവ. അപ്പനും ഇഷ്ടമാണ്, പക്ഷെ അപ്പനെ എടുക്കാൻ പറ്റില്ലല്ലോ, ഇത്രയും വലുതല്ലേ. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയായിരുന്നു, അതൊക്കെ എടുത്തൊന്ന് വിരിക്കാൻ എടുക്കുക. അയ്യോ, വാഷിംഗ് മെഷീനിൽ തുണി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയാണ്. എല്ലാം കൂടെ കൂട്ടിപ്പിരിഞ്ഞിരിക്കുക, അതിൽ നിന്ന് ഓരോന്നോരോന്ന് വിടർത്തിയെടുക്കുന്നത് നല്ല മെനക്കെട്ടൊരു പണിയാണ്. പിന്നെ അതെല്ലാം കൊണ്ട് വിരിച്ചു. പിള്ളേരവിടെ ഓടിക്കളിക്കുന്നുണ്ട്. കുട്ടുവിന് പിന്നെ അഴിച്ചു വിട്ടാൽ ഭയങ്കര പ്രാന്ത് പിടിച്ച പോലെ വീടിന് ചുറ്റും കിടന്നോടും. മതിലിന് വെളിയിലോട്ട് അങ്ങനെ പോകത്തില്ലെങ്കിലും പുറത്തൊന്നും. എന്നാലും അറിയാൻ പറ്റില്ലല്ലോ, കിഴക്ക് വശത്ത് കുറച്ച് മതിലില്ലാത്ത ഭാഗമുണ്ട്, കുളത്തിൻ്റെ ഭാഗം. പിന്നൊരു ചെടിച്ചട്ടിയിലൊരു പഴയ തുളസി നിൽപ്പുണ്ടായിരുന്നു, മുരടിച്ചത്. അത് കളഞ്ഞേച്ച് അവിടെ ഒരു 4-5 ചീരത്തൈ അപ്പുറത്ത് നിന്നത് കൊണ്ടുവന്ന് നടുക, നോക്കാൻ വളരുമോയെന്ന്. തുളസി നന്നായിട്ട് വളർന്നായിരുന്നു അതിനകത്ത്, വലിയ ചട്ടിയായതുകൊണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് ചീരത്തൈ പരീക്ഷിക്കാമെന്ന് വെച്ചു. ചീരത്തൈ താഴെ നടാൻ പറ്റത്തില്ല, ഇവന്മാർ പെടുക്കും. പിന്നെ വന്നു ഒരു ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.